ഇവിടത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, തുമ്മലും ചീറ്റലും മൂക്കു ഇവിടമാണീശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് സ്ഥാനം. ഇതെന്താ പറ്റി? കോട്ടപ്പുറം പ്രദേശം വളരെ ഹാപ്പിയിലാണല്ലോ, പതിവില്ലാത്തൊരു പാട്ടും കുത്തൊക്കെ. ഇന്നെന്താ ആർക്കും ഓഫീസിലൊന്നും പോണ്ടേ? എന്തോ അഭ്യാസം ഒപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പ്. എടോ ഇങ്ങ് വന്നേ. മിസ്റ്റർ ഭരതൻപിള്ളയുടെ വീട് ഇതല്ലേ? അതെ, ഞാനാ ഭരതൻപിള്ള. എവിടുന്നാ? ഐ എം സ്റ്റെല്ല. അങ്ങോട്ട് ചെല്ലാം. ഇരുന്നാട്ടെ. മനസ്സിലായില്ല. അച്ഛാ, ഇതിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. വേലക്കാരിയോ? ഞാൻ വിചാരിച്ച ആരാണ് സർക്കാർ ഓഫീസിൽ തന്ന്. ഇവിടെ എന്തിനാ വേലക്കാരി? അച്ഛാ, ഇവിടുത്തെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാത്ത പണി മുടക്കിയിരിക്കുക, ഞങ്ങളോടുള്ള വാശി തീർക്കാൻ. ഞങ്ങൾക്ക് നേരത്തെ കാലത്ത് ഓഫീസിൽ പോണ്ടേ? പണിമുടക്കോ? കരണക്കുറ്റി തീർത്തൊന്ന് കൊടുത്താൽ മതി, അപ്പൊ തീരും പണിമുടക്ക്. പറഞ്ഞു വിടറ അവളെ. അച്ഛാ, ഒരു മാസത്തെ ശമ്പളം 300 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് വന്നേ. എന്താ എന്താ അപ്പു? അയ്യോ കുഞ്ഞ്, മിണ്ടാതിരിക്ക ചന്ദ്രേച്ചി. നീ എന്തിനാ കരയുന്നത്? കുട്ടി, എന്നെ വിളിച്ചോ? കുട്ടികൾ കരയുന്നത് കണ്ടില്ലേ സെല്ലക്കുട്ടി? ഒന്ന് സഹായിക്കൂ. ഓക്കേ. എന്താ സെല്ലക്കുട്ടി, സൂക്ഷിക്കണ്ടേ? എന്റെ ചങ്ക് നിന്നുപോയി. വല്ലതും പറ്റിയോ? ഒന്നുമില്ലല്ലോ. പുറം തേച്ച് തരൂ. വാ വരുന്നേ. ഇപ്പൊ വരാവേ. വേഗം വരണേ. അച്ഛാ, ഇവിടെ. എന്റെ തല ആദ്യം തോർത്തിട്ട്. സെല്ലക്കുട്ടി, വാ, വന്ന് ഈ തലേന്ന് തോർത്ത്. വന്നു. ഇത് ആന്റി അല്ല മോനെ, ഇതാണ് ഇന്ന് മുതൽ നിങ്ങളുടെ മമ്മി. അതോ? അത് വെറും ഡമ്മി. എടുത്തേ. ഓക്കെ സ്റ്റെല്ല, താങ്ക് യു. നമുക്ക് വൈകിട്ട് കാണാം. അയ്യോ പോലെ, ഇത് കുടിച്ചിട്ട് പോ. എന്താ ഇത്? ഹോർലിക്സാ. ഇനി ഉച്ചവരെ ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. താങ്ക് യു സ്റ്റെല്ല. അയ്യോ, നേരത്തെ വരാം. ബൈ ബൈ. ഹായ് ഹുയ് ഹായ്. ചെല്ലു, നമ്മുടെ കുഞ്ഞ് നല്ല ഉറക്കാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. നിനക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്താ വാങ്ങിച്ചോണ്ട് വരണ്ടേ? ഐസ്ക്രീം വാങ്ങി തരുമോ? ഐസ്ക്രീം ഒന്നും വേണ്ട, നിനക്ക് ഞാൻ ഒന്നാം തരം പട്ടുസാരി വാങ്ങിച്ചോണ്ട് വരും. എന്നാ വേണ്ട, അതൊക്കെ ഒരു പഴഞ്ഞ ഫാഷനല്ലേ. ഈ കാർക്കൂണ്ടിലിൽ ചൂടാൻ ഞാൻ ഒരു കെട്ട് മുല്ലപ്പൂ കൊണ്ടുവരട്ടെ. ഓക്കേ, ബൈ. താങ്ക് യു. ബൈ. കണ്ടില്ലേ, ഒരു ശ്രദ്ധയുമില്ല. നീ ഇങ്ങനെ സ്നേഹം വാരി കോരി വേസ്റ്റ് ആക്കല്ലേ സ്റ്റെല്ലു. പറച്ചേ. ഓക്കേ, ബൈ ബൈ. ബൈ. ചെല്ലക്കുട്ടി, എന്റെ ചെല്ലക്കുട്ടി, ഞാൻ ഓഫീസിൽ പോട്ടെ കുട്ടി. കുട്ടികളെ മമ്മിക്ക് ടാറ്റ പറയൂ. ഏത് മമ്മിക്കാച്ചാ? ഈ ഒറിജിനൽ മമ്മിക്ക്. സ്റ്റെല്ല, നീ വന്നപ്പോ മുതൽ എനിക്ക് ത്രില്ല. നീ ഇല്ലാത്ത ലൈഫ് എനിക്ക് നില്ല. നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെനിക്ക് പുല്ല. ഞാൻ വരട്ടെ സ്റ്റെല്ല. സ്റ്റെല്ല, സ്റ്റെല്ല. ടാറ്റ.
ഒന്ന് വിഷമിക്കണ്ട സല്ലാവാ ശരിക്കണ്ടേ ഇവക്കെന്തോന്നില്ല സുഖോ പോട്ടെ സുല്ല ക്ഷമിച്ചേക്ക് മിണ്ടിപ്പോരുത് പറടി എന്താ നിന്റെ ഉദ്ദേശം പണിയെടുക്കാൻ വന്നോ അതോ ആണുങ്ങളെ പാട്ടിലാക്കാൻ വന്നോ മിണ്ടിപ്പോരുത് മര്യാദക്ക് ഇവിടെ വിട്ട് പോയില്ലെങ്കിൽ നിന്റെ കണ്ണു രണ്ട് ഞാൻ ചൂടെടുക്കും മനസ്സിലായോ ഈ പരിസരത്തൊന്നും കണ്ടുവരുത് ഓ നിങ്ങൾക്ക് അറിയില്ല ഇതിന് ഞാൻ പകരം വീട്ടും നുള്ളിക്കോ ഒന്നോ വളരെ നാളിന് ശേഷം ശരീരത്തിന്റെ എക്സസൈസ് കിട്ടി അത് കലക്കി ചിറ്റപ്പ സ്റ്റെല്ല മമ്മി സ്കൂളിൽ വന്ന ഒരു ലെറ്റർ തന്നു ഇത് ആരും കാണാതെ ചിറ്റപ്പന്റെ കൈ തരാൻ പറഞ്ഞു ഡാർലിങ്ങിന് ഞാൻ ഹോട്ടൽ അഭിരാമിയിൽ ഇല്ല 101 നമ്പർ റൂമിൽ കാത്തിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിർബന്ധമായും വരണം ഒടു ചുംബനങ്ങളോടെ ചേട്ടന്റെ സ്വന്തം സ്റ്റെല്ല എന്നെ ഇങ്ങനെ നോക്കല്ലേ എനിക്ക് നാണാവൂ അരെ വാ പ്രേമത്തിന്റെ പരിമളം മൊളിച്ചു വെച്ചാലും മൊളിച്ചിരിക്കില്ല ചെല്ലക്കുട്ടിയുടെ കത്ത് കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേന്ന് ഞാനൊരു സത്യം പറയട്ടെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു മാമേട്ടിന്റെ ഓർമ്മയ്ക്കായി ഇത് ഞാൻ എടുത്തോട്ടെ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇത് പണിയിപ്പിച്ചാണ് നിനക്ക് വേണ്ടിട്ടല്ലേ ഏത് വരലിടണ്ടേ ഇത് ഇട്ടാ മതിയോ നല്ല രസം 22 ക്യാരറ്റ് ഇപ്പോഴാണ് 24 ക്യാരറ്റ് ആയത് സ്റ്റെല്ല ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അത് പാഴാക്കാൻ സമയമില്ല കമോൺ ഗെറ്റ് റെഡി അയ്യോ എന്റെ സ്റ്റെല്ലക്കുട്ടി എന്നോട് ക്ഷമിക്കണം കത്ത് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു 3 ഡബിൾ ലാർജ് അങ്ങ് അടിച്ചു നിനക്കറിയാമോ എന്റെ ചങ്കിനകത്ത് ഇപ്പോ ഒരാളാട്ട് ഉത്സവം നടക്കുന്നു ഈ ദേവി ഞാൻ തച്ചു ഉടക്കുന്നു ഇതെന്താ എന്റെ ഭാര്യയുടെ കല്യാണ സരി ഇനി ഇതിന്റെ അവകാശി എന്തു മണ്ടത്തരമാ ചെല്ലക്കുട്ടി കാണിച്ചത് ഞാൻ ചെല്ലുമ്പോ കത്ത് മുറി താഴെ കിടക്കുന്നു ഭാഗ്യത്തിന് എന്റെ കൈ കിട്ടിയത് അയ്യോ ആ കത്ത് എവിടെ ദൈവമേ അവളുടെ ലംഘനം കിട്ടിയ എന്റെ 16 അടിയന്തരം നടക്കും ഇങ്ങോട്ട് പോ എന്തിനാണ് നീ എനിക്ക് കത്തെഴുതിയത്? എന്തിനാണെന്ന് കേട്ടില്ലേ? എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയെന്നു. നീ വിളിക്കുമ്പോ വാലാട്ടി പറ്റിയപ്പോൾ പുറകെ വരുമെന്ന് വിചാരിച്ചോ? തേവിടിച്ചി എന്റെ ഭാര്യയുടെ ചെരുപ്പ് നക്കാനുള്ള യോഗ്യത നിനക്കൊണ്ടോ? ഞാൻ ചേട്ടനല്ല എഴുതിയത്, വാമദേവൻ ചേട്ടനാ. വാമദേവനോ? അവനാര്? നിന്റെ ഭർത്താവോ? ദേ മാനം മര്യാദ കഴിയുന്നവരുടെ കുടുംബം കലക്കാൻ നോക്കിയാൽ ചെരുക്കലടിച്ചാൽ പൊട്ടിക്കും. ആ ഇത് എന്റെ കൈ കിട്ടി നന്നായി. അവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ
നിന്റെ മിച്ചം കാണുമായിരുന്നോ? അച്ഛനായിരിക്കും. ഒരു പരമ്പരയെ തന്നെ ഇവള് വളച്ചുള്ള എന്റെ ദൈവമേ. ആണെങ്കിൽ പോര് സോമ, രണ്ടിനെ പിടിച്ച് വണ്ടി കയറ്റി. എന്താ? എന്തിനാ? എന്തിനാണെന്നോ? ആഹാ, ഇനി ഒരു പെണ്ണിന് 3 ആണുങ്ങളോ? ഇപ്പൊ അതൊന്നും ഒരു കൂടുതലല്ല സാർ. നടക്കണ സ്റ്റേഷനിലേക്ക്. ഈ പിന്നെ സാർ എനിക്ക് ജീപ്പ് എന്ത് കുറ്റം ചെയ്തിട്ടാ കോട്ടപ്പുറത്തെ പിള്ളേരെ അറസ്റ്റ് ചെയ്തത്? ഇവരെന്താ തെരുവ് പിള്ളേരാണെന്ന് വിചാരിച്ചു? ഭരതമ്പിള്ള മക്കളെ ചൊൽപ്പടിക്ക് തന്നെയാ വളർത്തിയത്. നിർത്തണോ? സ്റ്റേഷനിൽ കയറി വന്നിട്ട് വായിട്ടലച്ച തന്റെ കൂമ്പിടിച്ച് കലക്കും ഞാൻ. തൊൽപ്പടിക്ക് വളർത്തിയ മക്കൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. കൂട്ടിക്കൊണ്ട് വാടോ അവളെ. അയ്യോ, ഇത് നമ്മുടെ വേലക്കാരിയല്ലേ? ഇവളെന്താ ഈ കോലത്തില്? വേലക്കാരിയും തന്റെ മക്കളും കൂടി കാട്ടിക്കൂട്ടിയ എന്താണെന്ന് അറിയണോ എനിക്ക്? പറഞ്ഞു കൊടുക്കണി. നിർത്തണി നിന്റെ കള്ളക്കരച്ചില്. നടന്നത് എന്താണെന്ന് തുറന്നു പറയണം. പറയാൻ എന്താ അത്യാവശ്യ കാര്യം പറയാനതും പറഞ്ഞ് 3 പേര് എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. ഞാനത് വിശ്വസിച്ചു. അവിടെ വെച്ച് 3 പേരും മുറിയടച്ചെന്നെ. ഇല്ല സാറേ, ഇവള് കള്ളം പറയാ. എന്റെ മക്കൾ അങ്ങനൊന്നും ചെയ്യില്ല. മിണ്ടരുത്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാൻ നോക്ക്. സംഗതി പുറത്തു പറയാതിരിക്കാൻ 3 പേരും കൂടി ഇവൾക്ക് സമ്മാനിച്ചതാ. അയ്യോ, ഇത് ചന്ദ്രയുടെ കല്യാണ സാരിയല്ലേ? വാമദേവന്റെ മോതിരം. എടാ പരമദ്രോഹി, എന്തിനാടാ ഇത് മാത്രമാക്കിയത്? അവളുടെ കെട്ടുതാനും കൂടി അറുത്ത് കൊടുക്കുന്നതായിരുന്നോ നിനക്ക്? അച്ഛാ, അവള് പറയുന്നത് വിശ്വസിക്കരുത്. ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ പോയതും സാരി കൊടുത്തതും സത്യമാണ്. പക്ഷെ കുരുത്തം കെട്ടവനെ, കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടാ. സാറേ, ഇവർക്കൊരു അബദ്ധം പറ്റിപ്പോയി. പുറത്ത് 4 ആൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒതുക്കി തീർക്കാം. ഞാനൊരു 300 രൂപ തരാം. തോന്നിയാസം പറയുന്നു. ആരോടാ താൻ സംസാരിക്കുന്നു അറിയാമോ? മക്കളെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ കോടതി ചെന്ന് പറഞ്ഞാൽ മതി. സോമ, 3 പിടിച്ച് ലോക്കപ്പിലിടും. അയ്യോ, എന്റെ മക്കളെ കൊണ്ടുപോയില്ലേ സാറേ, അതുങ്ങൾ പാവങ്ങളാ. ഒന്നിങ്ങ് വരണം. എന്താ? വരണം, പറയട്ടെ. അതെ, നക്കാപ്പിച്ച കൊടുത്താലൊന്നും ഒതുങ്ങുന്ന കേസല്ല ഇത്. കൂട്ടം ചേർന്ന് ബലാത്സംഗം. വകുപ്പിത്തിരി കട്ടിയാ. കുറഞ്ഞത് 7 വർഷമാ തടവ്. ശിക്ഷിച്ചാൽ പത്രത്തിൽ ഫോട്ടോ വരും. കുടുംബത്തിന്റെ മാനം പോവാൻ വേറെ വല്ലതും വേണോ? കേട്ടോടാ. ആളൊന്നിന് 10,000 രൂപ വെച്ച് നിങ്ങൾ ഒരു 30,000 തള്ളിയ ഇപ്പൊ ഇവിടെ തീരും കേസ്. എത്ര? 30,000? അത് ഇയാൾ കുടുംബത്തിൽ നിന്ന് കൊടുക്കൂടെ? ആ, എന്നാ പിന്നെ മക്കൾ ഇരുമ്പഴി എണ്ണെന്ന് കാണാം. അച്ഛാ, അവര് ചോദിക്കുന്നത് കൊടുക്കച്ചാ. ഞങ്ങൾ അച്ഛന്റെ മക്കളല്ലേ അച്ഛാ. മീനാശിയുടെ മഠത്തിൽ ഇതെങ്ങനെ അറിഞ്ഞ മാനം പോവച്ചാ? കൊടുക്കച്ചാ. അയ്യോ, നമ്മുടെ മക്കളല്ലേ, അവർക്ക് അറിയാതെ പറ്റിപ്പോയ തെറ്റല്ലേ, കൊടുത്തേക്ക്. നീ മിണ്ടി പോകരുത്. മക്കൾ ചെയ്ത് കൂട്ടുന്ന തെമ്മാടിത്തരത്തിന് വിലവേശാൻ ഇവർക്ക് തന്ത വേറെ ജനിക്കണം. താലികെട്ടിയ പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ കണ്ട തേമിടിശകളുമായി അടിഞ്ഞാടിയൊരു കപ്പം കൊടുക്കാൻ എന്റെ ഈ കള്ളപ്പണമൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. കോട്ടപ്പുറത്തെ തറവാട്ടിലെ ആൺസന്തതിയിൽ തലതെറിച്ചതാണെന്ന് നാട്ടുകാർ പറയും. അത്രേ ഉള്ളൂ. അത് ഞാൻ സഹിച്ചോളാം. അങ്ങനെ പറയരുത്. നമ്മുടെ മക്കള് വാടി ഇവിടെ. അയ്യോ, സാറേ, കിളവന് ഇരട്ട കരള. ഒതുങ്ങുന്ന കേസല്ല, വിടുന്നതാ ബുദ്ധി. കേളവൻ പോണി പോട്ടിടോ. സർക്കാർ ജീവനക്കാരല്ലേ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന വകുപ്പുണ്ട്. താൻ കണ്ടോ? തന്തയ്ക്ക് മക്കളെ വേണ്ടായിരിക്കും. പക്ഷെ ഭാര്യയും മക്കളെയും കാണണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് 1 മണിക്കൂറിനകം ഞാൻ പറഞ്ഞ തുക ഇവിടെ എത്തിക്കണം. സാർ, ഞങ്ങളുടെ പണമൊന്നുമില്ല. പണം ഞങ്ങൾ തരാം. കൊച്ചേട്ടൻ നമ്മുടെ കയ്യിൽ എവിടുന്ന പണം? അനിയ, അച്ഛന് നമ്മളെ വേണ്ടായിരിക്കും. പക്ഷേ നമ്മളൊന്നാണ്. നമുക്ക് നമ്മുടെ ജീവിതം വലുത്. പണം നമുക്ക് കുഞ്ഞമ്മാന്റെ കയ്യിൽ മേടിക്കാം. കുഞ്ഞമ്മാവൻ. കുഞ്ഞമ്മാവൻ നമ്മുടെ കുഞ്ഞുമാമ. കുഞ്ഞുമാമ. അമ്മാവൻ ഫോൺ ചെയ്തോട്ടെ. ആ, വിളിക്ക്. IG രാമകൃഷ്ണൻ സ്പീക്കിംഗ്. അങ്കിൾ, ഇത് ഞാനാണ്, സഹദേവൻ. ഹലോ സഹദേവൻ, എന്താ മോനെ രാത്രിയില്? ഏത് സ്റ്റേഷനിൽ? ഇവിടെ വീടിന് അടുത്തുള്ള സ്റ്റേഷനിൽ നിന്നാ. 30,000 രൂപ കൊടുത്താ വിടാമെന്നാ SI പറയുന്നത്. മോനാ ഫോണൊന്ന് SI കൊടുക്ക. ആ സർ, അങ്കിളിന് സാറിനോട് സംസാരിക്കണമെന്ന്. അങ്കിൾ എങ്ങനെ, കാശുള്ള പാർട്ടിയാണോ? കടം പറയുവോ? യെസ്, SI സ്പീക്കിംഗ്. സോറി സർ. യെസ് സർ. സർ, ഗുഡ് ഈവനിങ് സർ. സോറി സർ.